തൈറോയിഡ് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഭക്ഷണത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, മരുന്നിനോടൊപ്പം ഇതൊക്കെ കഴിക്കാമോ, ഇത് കഴിക്കുമ്പോൾ മരുന്ന് നിർത്തിക്കളയാമോ, ഒരുപാട് സംശയങ്ങളാണ് തൈറോയിഡ് രോഗികൾക്ക്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. തൈറോയിഡ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസം ആവാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന കുറവ് വരുമ്പോൾ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്ന രോഗാവസ്ഥയും ആവാം. ഇതുമല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ മുഴകൾ. സാധാരണഗതിയിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് മരുന്ന് കഴിക്കുന്നവർക്കാണ് ഒരുപാട് സംശയങ്ങളുള്ളത്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിന് നമുക്ക് എന്തൊക്കെ എലമെന്റ്സ് ആണ് വേണ്ടത്? ഇതിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ്: അയഡിൻ, സെലിനിയം, മഗ്നീഷ്യം, അയൺ. ഈ 4 കാര്യങ്ങളും പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആന്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഏറെക്കുറെ കൃത്യമായി നടക്കും. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ ശത്രുവായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയ്ക്ക് മിക്കവാറും മരുന്നുകളുടെ കൂടെ തന്നെയാണ് ഡയറ്ററി സപ്ലിമെന്റ്സ് എടുക്കേണ്ടത്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് രോഗത്തിന് 100 മൈക്രോഗ്രാം മരുന്ന് കഴിഞ്ഞ 15 വർഷത്തിലധികമായി കഴിക്കുന്ന ഒരാളാണ് ഞാനും. ഗോതമ്പിന്റെ ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ 1.5 വർഷത്തോളം ഞാനും ഒഴിവാക്കി നോക്കിയിട്ടുണ്ട്. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിൽ കൂടി നിൽക്കുന്ന ആന്റിബോഡിയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മരുന്ന് ഒരിക്കലും നിർത്താൻ എനിക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളവർ ഇതൊന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. അപ്പോൾ ഈ അയഡിനും സെലിനിയവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കേരളീയ പാചകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ കൂടുതലും തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ കഴിക്കുന്നത് തൈറോയിഡ് രോഗികൾക്ക് വളരെ നല്ലതാണ്. പിന്നെയുള്ളത് നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ഇലവർഗ്ഗങ്ങൾ, ചീര, മുരിങ്ങ, ഇവയൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ ആവശ്യാനുസരണമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതും തൈറോയിഡ് ഗ്രന്ഥിയെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കും. അയഡിൻ അടങ്ങിയ ഉപ്പാണ് നമ്മളിൽ എല്ലാവരും പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് സെലിനിയം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്. ബ്രസീൽ നട്ട്സ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡഡ് ഡെയിലി അലവൻസിനെക്കാട്ടിലും ഒരുപാട് മുകളിലാണ് ബ്രസീൽ നട്ട്സിലുള്ള സെലിനിയത്തിൻ്റെ അളവ്. അതുകൊണ്ട് ദിവസം 1-2 ബ്രസീൽ നട്ട് മാത്രം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തൈറോയിഡ് രോഗികൾക്ക് നല്ലതാണ്. മത്തൻ്റെ കുരു, സൺഫ്ലവർ സീഡ്സ്, അതുപോലെ കൂണ്, കല്ലുമ്മക്കായ, മുരു, കക്കയിറച്ചി, ഇത്തരം സാധനങ്ങളിലൊക്കെ തൈറോയിഡ് ഗ്രന്ഥിക്ക് ആവശ്യത്തിനുള്ള ഈ എലമെന്റ്സ് നമുക്ക് കിട്ടും. പിന്നെയുള്ളത്, നമ്മൾ മിക്കവാറും ഭക്ഷണം പാചകം ചെയ്യാൻ മഞ്ഞൾ എല്ലാ കറികളിലും ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ മഞ്ഞളിലുള്ള കുർക്കുമിനും അതിൻ്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ സാധാരണ എന്നും പാചകത്തിന് ഉപയോഗിക്കുന്ന തേങ്ങ, വെളിച്ചെണ്ണ, ദൈനംദിന ഉപയോഗത്തിന് മിക്കവാറും ഉപയോഗിക്കുന്ന പച്ചക്കറികൾ, അതുപോലെ കടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കല്ലുമ്മക്കായ, മുരു, ഇവയൊക്കെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് നല്ലതാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു സപ്ലിമെന്റ് എന്ന നിലയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബ്രസീൽ നട്ട്സ്. ബ്രസീൽ നട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിലയെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാവാറുണ്ട്. എന്നാൽ ദിവസേന ഒരു ബ്രസീൽ നട്ടെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് ആവശ്യമായിട്ടുള്ള സെലിനിയം ലഭിക്കും. ഇനി തൈറോയിഡ് രോഗമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവുള്ള ഹൈപ്പോ തൈറോയിഡിസത്തിനാണ് ഈ പ്രശ്നം കൂടുതലായിട്ടും പറയുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയ കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ബ്രസൽസ് സ്പ്രൗട്ട്സ് തുടങ്ങിയവയൊക്കെയാണ്. ഇത്തരം വെജിറ്റബിൾസിലെ സൾഫർ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് ഇത് അയഡിൻ അപ്ടേക്കുമായിട്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത്. എന്നാൽ നമ്മളൊക്കെ കഴിക്കുന്നത് മിക്കവാറും ആൾക്കാർ തോരൻ അല്ലെങ്കിൽ ഉപ്പേരിയാക്കിയിട്ടാണ് ഈ കാബേജ് ഒക്കെ ഉപയോഗിക്കുന്നത്. വളരെ റോ ആയിട്ട് ഇതൊന്നും കുക്ക് ചെയ്യാതെ ഇനി ജ്യൂസോ മറ്റോ ആക്കി കുടിച്ചാൽ മാത്രമേ
വളരെ വലിയ ഒരളവിൽ ഇത്തരം സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെത്തും. അപ്പോൾ വലിയ ഒരളവിൽ പച്ചയായിട്ട് കുക്ക് ചെയ്യാതെ കഴിച്ചാൽ മാത്രമേ ഈ അയഡിൻ അപ്ടേക്കിനെ ഇത്തരം പച്ചക്കറികൾ ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും അമിതമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസും ഒരുപാട് കഴിച്ചാൽ മാത്രമേ തൈറോയിഡ് ഗ്രന്ഥിയുടെ അയഡിൻ അപ്ടേക്കിനെ ബാധിക്കുകയുള്ളൂ. പിന്നെ തൈറോയിഡ് രോഗങ്ങളുള്ളവർ ഒരുപാട് കഴിക്കരുതെന്ന് പറയുന്ന മറ്റൊരു സാധനമാണ് സോയ് പ്രോഡക്ട്സ്. സോയ ചങ്ക്സ് തുടങ്ങിയവയൊക്കെ അമിതമായിട്ടുള്ള അളവിൽ കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെയുള്ളത്, ഇപ്പോൾ മില്ലറ്റ്സ് കഴിക്കുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ പോലെ ആയി മാറിയിരിക്കുന്നു. ഒരുപാട് അളവിൽ വജ്ര പോലെയുള്ള മില്ലറ്റ്സുകൾ തൈറോയിഡ് രോഗികൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ ഏതൊരു രോഗത്തിനും പറയുന്നത് പോലെ ആൽക്കഹോൾ, മദ്യം, ഒരുപാട് അളവിൽ കാപ്പി കുടിക്കുന്നത്, പ്രോസസ്ഡ് ഫുഡ്സ്, പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലുള്ള ജങ്ക് ഫുഡുകൾ കഴിക്കുന്നതും അതുപോലെ കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും തൈറോയ്ഡ് രോഗമുള്ളവർക്ക് നല്ലതല്ല. ഇതോടൊപ്പം തന്നെ എക്സസൈസിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. തൈറോയ്ഡ് രോഗികൾ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ദിവസവും ഒരു അരമണിക്കൂറോളം എയ്റോബിക് എക്സസൈസും ചെയ്യുക. അപ്പോൾ തൈറോയ്ഡ് രോഗികൾ എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇതേപോലത്തെ ഡയറ്ററി കറക്ഷൻസ് വരുത്തി തൈറോയ്ഡ് ഗുളികയുടെ അളവ് കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ.